ബി.ജെ.പിയിലും ജംബോ കോർ കമ്മിറ്റി 21-അംഗ കോർ കമ്മിറ്റിയാണ് പ്രഖ്യാപിച്ചത്. എൻ രാധാകൃഷ്ണൻ, ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ, സി.കെ. പത്മനാഭൻ, ഒ. രാജഗോപാൽ എന്നിവരെ കോർ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി. മുൻ അധ്യക്ഷന്മാരായ കെ. സുരേന്ദ്രൻ, വി. മുരളീധരൻ, പി. കെ. കൃഷ്ണദാസ് എന്നിവർ തുടരും. കെ.എസ്. രാധാകൃഷ്ണൻ സംസ്ഥാന നേതൃത്വത്തിന് വിരുദ്ധമായി രംഗത്തെത്തിയിരുന്നു. മാനസ മനോജ് ചേരുകയാണ്. മാനസ, മുതിർന്ന നേതാക്കളെ പലരെയും ഒഴിവാക്കിയിട്ടുണ്ട്. ആരൊക്കെയാണ് പട്ടികയിലുള്ളത്? തീർച്ചയായും അച്യുത സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പിയിലും ഇപ്പോൾ ജംബോ കോർ കമ്മിറ്റിയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയ അംഗങ്ങൾ മുഴുവനും അത്തരം ഈ പ്രീതി ഉള്ള ആളുകളെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുതിർന്ന ആളുകളെയൊക്കെയും തന്നെ വെട്ടി മാറ്റിക്കൊണ്ടുള്ള ഒരു കോർ കമ്മിറ്റി രൂപീകരണം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് എൻ രാധാകൃഷ്ണൻ, ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ, സി.കെ. പത്മനാഭൻ, ഒ. രാജഗോപാൽ തുടങ്ങിയവരെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി പട്ടികയാണ്. ഒപ്പം തന്നെ മുൻ അധ്യക്ഷന്മാരായ കെ. സുരേന്ദ്രൻ, വി. മുരളീധരൻ, പി. കെ. കൃഷ്ണദാസ് എന്നിവർ തുടരുന്ന രീതിയിൽ തന്നെയുള്ള ഒരു പട്ടിക തന്നെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുതിർന്ന ആളുകളെ പുറത്താക്കിയിരുന്നു. ആ പുറത്താക്കിയവരിൽ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. ആ അറസ്റ്റിൽ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം എടുത്ത നിലപാടിന് വിരുദ്ധമായുള്ള അഭിപ്രായം അല്ലെങ്കിൽ അതിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഈ ഒരു കീഴ്വഴക്കം ലംഘിച്ച ഒരു സ്ഥിതി കൂടി ഉണ്ടായ സാഹചര്യത്തിലാണ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനെ ഒഴിവാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. മാത്രമല്ല മീഡിയ പാനലിസ്റ്റ് ലിസ്റ്റിലും കെ.എസ്. രാധാകൃഷ്ണൻ ഇല്ല എന്നുള്ളതാണ്. ഒപ്പം ബി.ജെ.പി കീഴ്വഴക്കം ലംഘിച്ച മുൻ പ്രസിഡന്റുമാരെയും ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് സി.കെ. പത്മനാഭൻ, പി.എസ്. ശ്രീധരൻ പിള്ളയെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ജംബോ കോർ കമ്മിറ്റി പ്രസിദ്ധീകരിച്ചപ്പോൾ ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾക്കൊക്കെയും തന്നെ വലിയ രീതിയിലുള്ള അവഗണനയാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ പേരൊക്കെയും തന്നെ വെട്ടി നിരത്തിക്കൊണ്ടുള്ള അവർക്ക് പ്രാമുഖ്യമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 21 അംഗ കോർ കമ്മിറ്റിയാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ 21 അംഗ ആളുകളെയാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രതികരണങ്ങളൊക്കെയും തന്നെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിൽ പ്രാധാന്യമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അർഹതപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്താതെ ഇത്തരത്തിൽ വെട്ടി നിരത്തിക്കൊണ്ടുള്ള ഒരു മനോഭാവം സ്വീകരിക്കുന്ന ആ നേതൃത്വത്തിനെതിരെ തീർച്ചയായും നേതാക്കൾ രംഗത്തെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 4 ജനറൽ സെക്രട്ടറിമാരെയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, എസ്. സുരേഷ്, അനൂപ് ആന്റണി ജോസഫ് എന്നിവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോർ കമ്മിറ്റി രൂപീകരണമാണ്. നേരത്തെ സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിച്ച പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടായിരുന്നു. അതിലും വേണ്ട അല്ലെങ്കിൽ അർഹതപ്പെട്ട പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉൾപ്പെടുത്തുമെന്ന പറഞ്ഞു വെച്ച ആളുകളെ പോലും ഉൾപ്പെടുത്താതെ പ്രസിദ്ധീകരിച്ച പട്ടികകളൊക്കെയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അതിന് പിന്നാലെ കോർ കമ്മിറ്റി പട്ടിക പുറത്തു വന്നപ്പോഴും അതേ സ്ഥിതി, അതായത് മുതിർന്ന ആളുകളെ പോലും വെട്ടി നിരത്തിയുള്ള ഒരു ജംബോ കമ്മിറ്റി തന്നെയാണ് ബി.ജെ.പിയിൽ ഉണ്ടായിരിക്കുന്നത്. അച്യുത, ശരി, ബി.ജെ.പിയിലും ഇനി ജംബോ കോർ കമ്മിറ്റിയാണ്. മുതിർന്ന നേതാക്കളൊക്കെയും ഒഴിവാകുന്നുണ്ട്. മാനസ മനോജ് വിവരങ്ങൾ നൽകിയത്.